കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഇനിയും ഏതാനും ദിവസങ്ങൾ മാത്രം. കേരളം ഉറ്റുനോക്കുന്ന തിരുവല്ല നിയോജക മണ്ഡലത്തിലെ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിന്റെ BJPയുടെ സ്ഥാനാർത്ഥി ശ്രീ അനൂപ് ആന്റണി ജോസഫാണ് നമ്മുടെ കൂടെ ഉള്ളത്. തിരുവല്ല ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ മാത്യു കോശി. സാർ നമസ്കാരം. നമസ്കാരം. തിരുവല്ല പാരമ്പര്യമായിട്ട് LDF UDF കോട്ടയാണ്. ഈ കോട്ട കീഴടക്കാനായിട്ടാണ് താങ്കൾ വന്നിരിക്കുന്നത്. എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്? തിരുവല്ലയിൽ താമര വിരിയുമോ? ഇത്തവണ തിരുവല്ലയിലെ ചരിത്രം തിരുത്തി കുറിക്കും. തിരുവല്ലയിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് തിരുവല്ലയ്ക്ക് വരികയാണ്. അതിൽ തന്നെ എല്ലാ സന്ദേശവും ഉണ്ട്. കാരണം തിരുവല്ലയ്ക്ക് ഒത്തിരി നാളുകളായിട്ട് കാത്തിരിക്കുന്ന ചില വികസന സ്വപ്നങ്ങളുണ്ട്. ചെറിയ വികസന സ്വപ്നങ്ങളല്ല. തിരുവല്ലക്കാർ ലോകം കണ്ടിട്ടുള്ളവരാണ്. തിരുവല്ലക്കാർക്ക് ലോകം എന്താണെന്ന് അറിയാം, വികസനം എന്താണെന്ന് അറിയാം. അപ്പം അതുകൊണ്ട് തന്നെയും തിരുവല്ലക്കാർ അതിനുതകുന്ന ഒരു ഡെവലപ്മെൻറ്റാണ് പ്രതീക്ഷിക്കുന്നത്. ചെറിയ ഉദാഹരണം പറയാം. കഴിഞ്ഞ ദിവസം നമ്മുടെ സംവിധാനമായിട്ടുള്ള ബ്ലസ്സി സാർ പറഞ്ഞു, ഒരു ലൈബ്രറി പോലും ഇവിടെ ഇല്ല. എന്തിനും ലൈബ്രറിയുടെ കാര്യം പറയുന്നു? ഒരു തിരുവല്ല ടൗണിൽ ചെന്ന ഒരു പാർക്കിങ്ങിന് പോലും ഒരു സൗകര്യമില്ല. അല്ലെങ്കിൽ പ്രായമായവർക്ക് കഴിഞ്ഞ ദിവസം എന്നോട് പ്രായമായവർ വളരെ വിഷമത്തോടുകൂടി പറഞ്ഞു, ഞങ്ങളിപ്പോൾ നടക്കാൻ പോകുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിലാണ്, പോലീസുകാരോട് പറയേണ്ടി അങ്ങനെ അനുമതി വാങ്ങിച്ചിടണമെന്ന്. എന്തൊരു ദുരവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് തിരുവല്ലക്കാർ കാത്തിരിക്കുന്ന ഒരു മാറ്റം അത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഉണ്ടാവും. അതുകൊണ്ട് ഇത്രയും നാളും കഴിഞ്ഞു. ഇനി തിരുവല്ലക്കാർ പുതിയ രീതിയിൽ ചിന്തിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ NDA BJP രാഷ്ട്രീയത്തിന് കേരളത്തിലുള്ള സാങ്കത്യം ഒന്ന് വളരെ ചുരുക്കമായിട്ട് പറയാം. നോക്കൂ, NDA BJPയുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിനകത്ത് വളരെ സിമ്പിളാണ്. ഒന്ന്, വികസനമാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടത്. BJP NDA അതിൻ്റെ DNA തന്നെ ഡെവലപ്മെൻ്റ് ഉണ്ട്. എവിടെ BJP ഗവൺമെൻറ് വരുന്നു അവിടെ ഉടനെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത്, ഇൻവെസ്റ്റ്മെൻറ്റ്, എംപ്ലോയ്മെൻറ്റ്, ഇത് അടിസ്ഥാന സൗകര്യ വികസനം, ഇത് BJPയുടെ ഒരു DNA ആണ്. ഇപ്പം ലെഫ്റ്റിൻ്റെ ഒരു DNA ആണ് ഇൻഡസ്ട്രിക്ക് വിരുദ്ധത, അല്ലെങ്കിൽ കൊടിപിടിക്കൽ. അങ്ങനെ ഒരു പാർട്ടിക്കും അതിൻ്റെ ഒരു DNA ഉണ്ടല്ലോ. BJPയുടെ DNA തന്നെയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഉറ്റുനോക്കുന്നത് ഒരു ഫ്യൂച്ചർ കേരളയാണ്. കഴിഞ്ഞു. ഇനിയൊരു പുതിയ കേരളം ആവശ്യമുണ്ട്. ആ രാഷ്ട്രീയം കൊടുക്കാൻ BJPക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അത് മാത്രമല്ല, BJPയുടെ ലീഡർഷിപ്പ് അതിന് ഉതകുന്ന ലീഡർഷിപ്പാണ്. ഒപ്പം നരേന്ദ്രമോദി കൂടെ ഉണ്ടെങ്കിൽ കേരളത്തിൻ്റെ വികസനങ്ങൾ ഇപ്പം നടക്കുന്നതിനേക്കാളും എത്രയോ ഇരട്ടിയായിട്ട് നമുക്ക് കൂടെ ചെയ്യാൻ സാധിക്കും. കഴിഞ്ഞ 11 വർഷമായിട്ട് ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് ഭാരതത്തെ നയിക്കുന്നത്. ഇപ്പോൾ ആഗോള തലത്തിൽ ഭാരതത്തിൻ്റെ ഒരു നിലപാട് എന്താണ്, ഒരു സ്റ്റാൻസ് എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട്. അത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് തിരുവല്ലയിലെ NRIകൾക്കാണ്, പ്രവാസി സമൂഹത്തിനാണ്. കാരണം അവർ വിദേശത്ത് കഴിഞ്ഞ 20, 25, 30 വർഷമായിട്ട് ജീവിക്കുന്നവരാണ്. കഴിഞ്ഞ 10-12 വർഷമായിട്ടുണ്ടായിട്ടുള്ള, അതായത് പുറത്തുള്ള ആളുകൾക്ക് ഒരു ഭാരതീയനോട് കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡും അതിന് മുമ്പുണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡും തമ്മിൽ വലിയ വ്യത്യാസമാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, യുക്രൈൻ വാർ നടക്കുന്ന ഇപ്പം അതിൻ്റെ സമയത്ത് നമുക്കറിയാം, അതിൻ്റെ പീക്ക് സമയത്താണ് നമ്മുടെ വിദ്യാർത്ഥികളെ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ആ സമയത്ത് യുദ്ധം പോലും നിർത്തിവെച്ചുകൊണ്ടാണ് നമ്മുടെ ആളുകളെ, ഇന്ത്യൻ കൊടി കണ്ടാൽ മതി, പാകിസ്ഥാനികൾ പോലും ബസ്സിൽ ഇന്ത്യൻ കൊടി കെട്ടുന്നു. അങ്ങനെ ആ ഒരു ലെവലിലേക്ക് ഇന്ത്യയെ എത്തിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നതിന് ശേഷമാണെന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഇന്ന് ലോകം കാണുന്ന, ഇപ്പോൾ അബുദാബിയിൽ പോയി ഒരു ഹിന്ദു ക്ഷേത്രം പോലും പണിയാൻ സാധിക്കുന്നത് എന്താ പറയുന്നത്, നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ്. ഇപ്പം എന്ന് പറയുന്നത് പോലെ അത്രയും വലിയ രീതിയിൽ ലോകത്തിന് മുമ്പിൽ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടാക്കി കഴിഞ്ഞ ഒരു 10-12 വർഷത്തിനുള്ളിൽ. മതസാമുദായിക നേതാക്കളുടെ പിന്തുണ എത്രത്തോളം താങ്കൾ ഉറപ്പാക്കിയിട്ടുണ്ട്? എല്ലാവരുടെയും പിന്തുണ എനിക്കുണ്ട്. അതിനകത്ത് ഞാൻ ആരെയും ഇന്ന സമുദായമാണ് അല്ലെങ്കിൽ സമുദായമല്ല അങ്ങനെയൊന്നും നോക്കിയിട്ടല്ല. എല്ലാവരും ഒപ്പം വേണം എന്നുള്ളൊരു പക്ഷക്കാരനാണ് ഞാൻ. എൻ്റെ അടുത്ത് വരുന്നതിൽ ഓരോ കാര്യങ്ങൾക്കും, ഓരോ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് പ്രതിപക്ഷത്തുള്ളവരാണ്. CPM ഉള്ളവരും കോൺഗ്രസ്സിലുള്ളവരൊക്കെ വരാറുണ്ട്. കാരണം ഞാൻ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് തന്നെയും എല്ലാ സമുദായവും, എല്ലാ രാഷ്ട്രീയവും, എല്ലാ മതവും അതിൽപ്പെട്ട ആളുകളുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. അവരുടെ എല്ലാം പിന്തുണ എനിക്കുണ്ട്. BJP NDA ഗവൺമെന്റിനോട് എപ്പോഴും ന്യൂനപക്ഷങ്ങൾക്കൊരു വിഭിന്നമായ ഒരു സ്വരമാണുള്ളത്. ചില ആശങ്കകളൊക്കെ എല്ലാ കാലത്തും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും. താങ്കൾ എങ്ങനെ കാണുന്നതിന്? വലിയ രാഷ്ട്രമാണ് ഭാരതം. അതിനകത്ത് ഇത്രയും വലിയ രാഷ്ട്രമാകുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ വളരെ കോംപ്ലക്സ് ആണ്. പക്ഷേ കഴിഞ്ഞ ഒരു 5-10 വർഷത്തിനുള്ളിൽ പ്രത്യേകിച്ച് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്കും നരേന്ദ്രമോദി സർക്കാരിനും വളർത്തിയെടുക്കാൻ സാധിച്ചൊരു ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അതിന് മുമ്പുണ്ടായിരുന്നതല്ല അത്രയും വലിയ ഒരു ക്ലോസ് ആയിട്ടുള്ള ബന്ധം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത് ഇന്ന് ക്രൈസ്തവ സമൂഹത്തിനാണെങ്കിലും എന്തെങ്കിലും ഒരു കാര്യമായിട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ ഒന്ന് പെട്ടെന്ന് ആക്സസ് കിട്ടുന്നുണ്ട്. 2,
അതും സാധിക്കുന്നുണ്ട്. ഇപ്പം ഏറ്റവും ഒടുവിൽ FCRA ബില്ലിൻ്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആശങ്കകളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഉടനെ തന്നെ പോസിറ്റീവായിട്ട് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനെ നേരിട്ട് കേരളത്തിലേക്ക് വിട്ടു. ഇന്നലെ ഇവിടെയുള്ള സഭാമേലധ്യക്ഷന്മാരുമായിട്ട് ചർച്ച നടത്തി. വരുന്ന ദിവസങ്ങളിൽ അമിത്ഷാജി വരുന്നു. അപ്പം വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ഇടപെടുകയാണ് നരേന്ദ്രമോദി സർക്കാർ. ഈ മധ്യ തിരുവിതാംകൂറിൽ തിരുവല്ലയുടെ ഒരു പ്രത്യേകത, ഒത്തിരി പേര് അങ്ങ് പ്രവാസികളായിട്ട് പോവുകയാണ്. നമ്മുടെ ചെറുപ്പക്കാരെല്ലാം പോവുകയാണെന്നാണ് പറയുന്നത്. അവരെ എങ്ങനെയാണ് നമുക്ക് ഇവിടെ കുറച്ചുപേരെങ്കിലും ഒന്ന് പിടിച്ചു നിർത്താൻ നോക്കുന്നത്? 5000 ചെറുപ്പക്കാർക്കെങ്കിലും മിനിമം തൊഴിൽ കൊടുക്കുന്ന, നല്ല വേതനത്തോടു കൂടി തൊഴിൽ കൊടുക്കുന്ന ഒരു പദ്ധതി ഞാൻ എൻ്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, മാസ്റ്റർ പ്ലാനിൽ പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഒന്നെങ്കിൽ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വലിയ സ്ഥാപനം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞാൽ ഇന്ന് ലോകത്തിലുള്ള വലിയ വലിയ മാനുഫാക്ചറിംഗ് കമ്പനികളും അസംബ്ലി ലൈൻസും ഒക്കെ ഭാരതത്തിലോട്ട് വരികയാണ്. ആന്ധ്രാപ്രദേശിലെ കുഗ്രാമങ്ങളിൽ പോയ ഒരു സ്ഥലം എടുക്കുന്നു. എന്തുകൊണ്ട് നമ്മുടെ തിരുവല്ലയിൽ വന്നുകൂടാ? ഒരു 5000 ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭം ഞാൻ കൊണ്ടുവരും. നമുക്ക് അതിനുള്ള സ്ഥലമുണ്ട് ഇവിടെ തിരുവല്ലയിൽ. തീർച്ചയായിട്ടും അത് സാധിക്കും. തിരുവല്ലയിലെ സ്ത്രീ വോട്ടർമാരോട് എന്തെങ്കിലും പറയാനുണ്ടോ? തിരുവല്ലയുടെ ശക്തി സ്ത്രീ ശക്തിയാണ്. കാരണം വളരെ സൈലന്റ് ആണെങ്കിലും തിരുവല്ലയെ ഏത് ദിശയിൽ പോകണം, തിരുവല്ലയുടെ വികസനം എങ്ങനെ വേണമെന്ന് ഏറ്റവും അധികം വിഷൻ ഉള്ളത് തിരുവല്ലയിലെ സ്ത്രീകൾക്കാണ്. ഇപ്പം ഞാൻ മിക്കവാറും എല്ലായിടത്തുമൊക്കെ എന്നെ BJP രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ആളുകൾ അവരുടെ കുടുംബയോഗങ്ങൾ നടത്താൻ വിളിക്കാറുണ്ട്. ഇന്നലെയും ഒരു കുടുംബയോഗത്തിന് പോയി. അവിടെ എല്ലാം എന്നെ വിളിക്കുന്നത് സ്ത്രീകളാണ്. കാരണം അവർക്കാണ് കുറച്ചും കൂടി തിരുവല്ല ഇങ്ങനെ ആവണം എന്നുള്ളൊരു വിഷൻ ഉള്ളത്. പ്രത്യേകിച്ച് തിരുവല്ലയിലെ സ്ത്രീകൾക്ക് എക്സ്പോഷർ ഉള്ള വനിതകളാണ്. അപ്പോൾ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കണമെന്നുള്ള വലിയ അതിയായ ആഗ്രഹമുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒത്തിരി പദ്ധതികൾ എൻ്റെ മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും വരുന്ന സമയത്ത് അവരോടൊപ്പം ചേർന്നത് ഞാൻ നടപ്പിലാക്കും. താങ്കളെ പറ്റി 3 വിമർശനങ്ങളാണ് പ്രധാനമായും നോട്ട് ചെയ്തത്. ഒന്ന്, തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം വരുന്ന ഒരു സ്ഥാനാർത്ഥി നമുക്ക് വേണ്ട. പിന്നീട് ഈ ഡബിൾ എൻജിൻ വന്നാലേ തിരുവല്ലയ്ക്ക് വികസിക്കാനൊക്കത്തുള്ളൂ. പിന്നെ മാസ്റ്റർ പ്ലാൻ കണ്ട് പലരും പാടുന്നുണ്ട്, ആന കൊടുത്താലും കിളിയെ ആശ കൊടുക്കാമോ. ഇതിനോടൊക്കെ താങ്കൾ എങ്ങനെ പ്രതികരിക്കും? ഒന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, ഡബിൾ എൻജിൻ. ഈ ഡബിൾ എൻജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ആലോചിക്കണം. ഞാൻ ഉദാഹരണം പറയാം. നമ്മുടെ ഇവിടെ ചന്തത്തോടിൻ്റെ നമുക്കറിയാം, അവിടെ മുഴുവൻ പോളയടിഞ്ഞ് വെള്ളമൊഴുക്കില്ലാതെ. ഈ ചന്തത്തോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്തത്തോട് മാത്രമല്ല, ചന്തത്തോടിൽ നിന്ന് കണക്റ്റ് ആവുന്ന മറ്റു തോടുകളും അങ്ങനെ വലിയ തോടുകളുടെ ഒരു നെറ്റ്വർക്ക് ഉള്ള സ്ഥലമാണ് തിരുവല്ല. അതിനകത്ത് പെരിങ്ങര, നെടുമ്പറം, അങ്ങോട്ടൊക്കെ തോടുകളാണ്. ഈ തോടുകളെല്ലാം ഇപ്പോൾ പോളയടിഞ്ഞ് നീരൊഴുക്കില്ലാതെ വളരെ വെള്ളപ്പൊക്കത്തിൻ്റെ ഏറ്റവും വലിയൊരു കാരണം അതാണ്. കൃഷിക്ക് വെള്ളം കിട്ടാത്തതിൻ്റെ കാരണം അതാണ്. ചന്തത്തോട് വൃത്തിയാക്കാൻ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഒരു പദ്ധതി വെച്ചു. കേന്ദ്രത്തിൻ്റെ അവർക്ക് കിട്ടുന്ന ഒരു ഫണ്ടുണ്ട്. ആ ഫണ്ട് പ്രകാരം, അമൃത് ഫണ്ട് പ്രകാരം അവർ പദ്ധതി വെച്ചു. 40 ലക്ഷം രൂപയാണ് അവർക്ക് ചിലവാക്കാൻ സാധിച്ചത്. എന്താണ് 40 ലക്ഷം രൂപ കൊണ്ട് ചെയ്യാൻ സാധിക്കുക? അതേസമയം കേന്ദ്ര മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനെ ഞാനും രാജീവ് ചന്ദ്രശേഖരനെ പോയി കണ്ടതിന് ശേഷം ഒരു ജോയിന്റ് സെക്രട്ടറി ഇവിടുത്തെ തോടുകളുടെ നവീകരണമായിട്ട് ഇങ്ങോട്ട് വിട്ടു. അവരെ അതിനുശേഷം ഞാൻ പോയി കണ്ടപ്പോൾ അവരെൻ്റെ മുമ്പിൽ വെച്ചൊരു പ്രപ്പോസൽ, കേന്ദ്ര സർക്കാരിൻ്റെ മൈക്രോ ഇറിഗേഷൻ പദ്ധതി പ്രകാരം നബാർഡ് നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു പദ്ധതിയുടെ മൊത്തം തുക അവരെൻ്റെ മുമ്പിൽ പ്രപ്പോസ് ചെയ്ത് 50 കോടി രൂപയാണ്. ഇതൊരു MLA കൊണ്ടുവരാൻ സാധിക്കുമോ? ഒരു MLA ഒരു വർഷം 50 കോടി തിരുവല്ലയിലെ? ഞാൻ ഒറ്റ പ്രൊജക്ടിൻ്റെ കാര്യം പറഞ്ഞത്, ഒരു മൈക്രോ ഇറിഗേഷൻ പ്രൊജക്ടിൻ്റെ കാര്യം പറഞ്ഞത്. ഒരു MLA ഫണ്ട് എന്ന് പറഞ്ഞാൽ 5 കോടി രൂപയാണ്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ആന കൊടുക്കുകയോ ആശ കൊടുക്കുകയോ ഒന്നുമല്ല. ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ട് പറയുകയാണ്. ഇത് തിരുവല്ലക്കാരെ കബളിപ്പിക്കാൻ നോക്കണ്ട. അവർക്കറിയാം മറ്റ് പല മണ്ഡലങ്ങളിലും ഇതിലും വലിയ വലിയ പ്രൊജക്റ്റുകൾ നടക്കുന്നുണ്ട്. ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു, എറണാകുളത്ത് ഏതോ ഒരു MLA അവിടുത്തെ ബസ് സ്റ്റാൻഡ് നവീകരിക്കുന്നു. MLA കൊണ്ട് എങ്ങനെ ബസ് സ്റ്റാൻഡ് നവീകരിക്കാൻ പറ്റും? MLAയുടെ ഫണ്ട് ഇന്ന് തികയുമോ? ഞാൻ അപ്പോഴാണ് അതിനകത്ത് വായിച്ചത്, BPCLന്റെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് അദ്ദേഹം നവീകരിച്ചത്. BPCL എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ PSU സ്ഥാപനമല്ലേ? എപ്പോഴെങ്കിലും ഇവിടുത്തെ MLAക്ക് തോന്നിയോ ഏതെങ്കിലും ഒരു കേന്ദ്ര സർക്കാരിൻ്റെ PSU സ്ഥാപനത്തിൽ ഇപ്പോൾ ഒരു 10 കോടി രൂപ വേണം, 20 കോടി രൂപ വേണം, അപേക്ഷിച്ചാൽ കിട്ടും? ആരെങ്കിലും അപേക്ഷിക്കണ്ടേ? ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, വീണ്ടും പറയുന്നത്, ഈ ഡബിൾ എൻജിൻ MLA മോഡലാണ് തിരുവല്ലയ്ക്ക് വേണ്ടത്. അതുണ്ടെങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. താങ്കളെ പറ്റി പറയാറുള്ളത്, എനിക്ക് ഇവിടെ മാത്രമല്ല പിടി, അങ്ങ് ഡൽഹിയിലും ഉണ്ട്. താങ്കളുടെ ഡൽഹി കണക്ഷൻ, താങ്കളുടെ വിദ്യാഭ്യാസ കാലഘട്ടം, താങ്കളുടെ കുടുംബം, ഇതിനെപ്പറ്റിയൊക്കെ തിരുവല്ലയിലെ വോട്ടർമാർക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഡൽഹി ബന്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പ്രചരണത്തിന് വരികയാണ്. കാരണം അദ്ദേഹമായും കേന്ദ്ര സർക്കാരുമായിട്ട് ഒപ്പം നിന്ന് വർഷങ്ങളായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ. കുറേ വർഷം ഡൽഹിയിൽ പ്രവർത്തിച്ചു. ഞാൻ എന്താ പറയുക,
ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ കാലം മുതൽ തന്നെ ഡൽഹിയിൽ പോയ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ JNU ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെയാണ് വിദ്യാർത്ഥി പ്രവർത്തനം നടത്തിയത്. അതിനുശേഷം പിന്നെ ഞാൻ റിസർച്ച് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോയി. വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷനിൽ ശ്രീ അജിത് ദോവലിൻ്റെ കീഴിൽ റിസർച്ചിലേക്ക് പോയി. നാഷണൽ സെക്യൂരിറ്റിക്ക് ആയിരുന്നു. 2011 മുതൽ ഞാൻ BJPയുടെ ദേശീയ തലത്തിൽ സജീവമായിട്ട് പ്രവർത്തിച്ചു വരുന്നു. BJPയുടെ അഖിലേന്ത്യാ യുവമോർച്ചയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. 3 സ്ഥാനാർത്ഥികളിൽ താങ്കളെ വ്യത്യസ്തനാക്കുന്ന ഒരു ഘടകം പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണെന്ന് ചോദിച്ചാൽ ഡബിൾ എഞ്ചിൻ തന്നെയാണ്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പിൻബലം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സഹായം നമുക്ക് നേരിട്ട് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഞാനാണ് ബെസ്റ്റ് ചോയ്സ്. വേറെ ആൾക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്യാൻ സാധിക്കില്ല. അതാണ് എൻ്റെ USP. പിന്നെ സാധാരണ പറയുന്നുണ്ട്, അത് പാടുന്നു പറയുന്നില്ല, ചെറുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ചിലപ്പോൾ ഒരു ആവേശം കൂടുതലുണ്ടാവും. അപ്പോൾ അത് തീർച്ചയായിട്ടും കുറേ കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ എന്നെ ചിലപ്പോൾ സഹായിച്ചേക്കും. അത് മാത്രവുമല്ല, എന്താ പറയുന്നത്, ഒരു കൃത്യമായിട്ടൊരു ക്ലാരിറ്റിയോട് കൂടി ഒരു പ്ലാനുമായിട്ടാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. അതും 5 വർഷത്തെ പ്ലാനല്ല, 25 വർഷത്തെ പ്ലാനാണ് കൂടുതൽ. വെരി ഗുഡ്. നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. അവസാനമായി തിരുവല്ലക്കാരോടെ ഒറ്റ ലൈനിൽ എന്താണ് താങ്കൾ പറയാറ്? ഇത് തിരുവല്ലക്കാരുടെ എന്താ പറയുന്നത്, നമ്മളെ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ്. കാരണം നമുക്കൊരു മാറ്റം വേണം. 20 വർഷമായി നമ്മൾ ഒരേ വ്യക്തി തന്നെ MLA ആണ്. 20 വർഷം ഒരു ചെറിയ കാലയളവല്ല. 20 വർഷം കൊണ്ട് ഒരു കുഞ്ഞ് യുവാവാകുന്ന പ്രായമാണ്. പക്ഷേ തിരുവല്ലയുടെ വികസനം ഇപ്പോഴും ശൈശവാവസ്ഥയിലാണ്. നമുക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു മുഹൂർത്തമാണിത്. ഈ മാറ്റം നമുക്ക് ഇപ്പോൾ സാധ്യമാകും. അതുകൊണ്ട് ഇത്തവണ നിങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് 24 മണിക്കൂർ അധ്വാനിക്കാൻ തയ്യാറാണ്. യുവത്വത്തിന്റെ പ്രസരിപ്പും ആ കണ്ണുകളിൽ ചില സ്വപ്നങ്ങളൊക്കെ കാണുവാനൊക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും താങ്കളുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കട്ടെ. തിരുവല്ല ഒരുമിച്ച് മുന്നേറാം. അതിനുള്ള പ്രാർത്ഥനയും ആശംസകളോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം.